6 മാസമായിട്ട് നമ്മളിവിടെ വന്നില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എല്ലാം വെട്ടി ക്ലീൻ ചെയ്തതാണ്. അണ്ണനെ ഏൽപ്പിച്ചത്. അണ്ണൻ വെട്ടിയില്ല. അണ്ണൻ ഇന്ന് കിട്ടി. കുറേ ദിവസം കൊണ്ട് വിളിക്കുക. അണ്ണൻ ഭയങ്കര തിരക്കാണ്. ക്രിസ്മസിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്ന് അണ്ണനെ കിട്ടി. അണ്ണനെ കിട്ടിയപ്പോഴേ അങ്ങ് വെട്ടി ഒതുക്കിയേക്കാന്ന് വിചാരിച്ചു. ബാക്കി ഉറക്കം അണ്ണൻ ചെയ്തു. നമ്മൾ വെട്ടി കൊടുത്താൽ മതിയല്ലോ. ആണോ ഇതല്ലേ തണുപ്പില്ലല്ലോ. ലംബോലാക്കി. ഇത് വെട്ടിയിട്ടില്ലെങ്കിൽ എന്താ അറിയോ, അടുത്ത മഴയൊക്കെ വരുന്ന സമയത്ത് കംപ്ലീറ്റ് വീണ്ടും ഇവിടെ കിളുത്ത് കാടായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് വെട്ടുക. സ്വന്തമായി വാഹനമുള്ളവർ എന്താണ് കൊണ്ടുവരണ്ടെന്നാ. മതി, ബാക്കിയൊക്കെ അണ്ണൻ ചെയ്തു. അപ്പോൾ ഗൈസ്, ഞാൻ ശരിക്കും തളർന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ പോകാം. രാവിലെ 9 മണിക്ക് ഇറങ്ങിയത്, 12 മണിയായി. ഇനി ഇതും കൂടി അങ്ങ് പൊട്ടിയേക്കാം. ഇനി ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ കാണുമ്പോഴാണ് കുവൈറ്റിൽ നിന്നാൽ മതി എന്ന് തോന്നുന്നത്. ഇത് അവിടെ നിന്ന് വെട്ടട്ടെ. ഉള്ളുകൊണ്ട് പണ്ടാരടങ്ങി എൻ്റെ കൈയൊക്കെ. ഇത് കുത്തിയ വളരെ നോക്ക്, വളരുവാണെങ്കിൽ വളരട്ടെ.
അണ്ണാ കംപ്ലീറ്റ് മുള്ളു കയറി എൻ്റെ ഇത് ഇവിടെ അല്ല. മതിയാണോ? ഇനി എന്തെങ്കിലും വെട്ടാനുണ്ടോ? മുല്ല ഏത്? ഇതാ ഇത് മറ്റേതാണ്. മുല്ല എല്ലാം വെട്ടിക്കഴിഞ്ഞു. ഈ മുല്ലേ വെട്ടി അങ്ങ് തകർക്ക് വേണ്ട. അതെ, ഇനിയും കുറേ പണിയുണ്ട്. അപ്പൊ ഇതൊന്ന് കാണിക്കാനുള്ള ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് നിർത്തുക. അണ്ണ എന്നെ വിളിച്ച് അങ്ങ് വെട്ടിക്കുക. പിന്നെ വലിയ ചട്ടിയില്ലേ, വലിയ ചട്ടിയിൽ നമുക്ക് എന്തെങ്കിലും ചെടി മുറിച്ച് നട്ടിട്ട് പോവാം. എന്ത് വെറുതെ കളയുന്നത്? വലിയ ചട്ടി, ഇത് വലിയ വലിയ ചട്ടിയല്ലേ, ഒന്ന് ഇച്ചിരി ഒന്ന് കളച്ചിട്ടിട്ട് എന്തെങ്കിലും ചെടി മുറിക്കുക. റോസല്ലാത്ത വേറെ ഏതെങ്കിലും കഴിക്കാൻ പോയെങ്കിൽ ഇനിയൊന്നും പറയാനില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞു ഞാൻ തളർന്നു പോകും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോഴേ നമ്മുടെ ക്ലീനിങ്സ് ഒക്കെ കഴിഞ്ഞു. ഈ ചെടിയൊക്കെ വെട്ടി ഒതുക്കി. ഭയങ്കര കാട് പോലെ ഇരുന്ന ചെടിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, പേര് ചോദിക്കല്ലേ. ഇത് മാവ്. ആ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു 2 വർഷം കൊണ്ട് ഇത് കായ്ക്കുമെന്ന് പറഞ്ഞു. 2 വർഷം കൊണ്ട് ഇത് ഇത്രത്തോളം ആയിട്ടുണ്ട്. ഇതുവരെ കായ്ച്ചൊന്നുമില്ല. മാവ് ഏതോ ഒരു മാവിൻ്റെ പേര്, എന്തോ അതിൻ്റെ മാവിൻ്റെ പേര് പറഞ്ഞു, റോയലാ? ഇത് റോയൽ മാങ്ങ എന്നാണ് പറഞ്ഞത്. വന്നില്ല, പക്ഷേ ഇത് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ രണ്ടാമത്തെ ഇതാണ് സപ്പോർട്ട്. ഞങ്ങളുടെ ഇതൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒരെണ്ണം ഒത്തു കഴിച്ചു. കണ്ട, ഇതിനകത്ത് ഒത്തിരി കായ പിടിച്ചിട്ടുണ്ട്. പക്ഷെ മാവ് ആയിട്ടില്ല, മാവിൻ്റെത് ആയിട്ടില്ല. നോക്ക്, ഒത്തിരി കായ പിടിച്ചിട്ടുണ്ട്. ക്യൂട്ട് സപ്പോർട്ട കണ്ട. ഇത് ഒരു മാവാണ്. ഇത് മൂവാണ്ടൻ മാങ്ങ എന്ന് പറഞ്ഞിട്ട് തന്ന മാവല്ലേ. 2 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ മാവാണ്. ഇത് 2 വർഷം കൊണ്ട് ഈ മാവ് കായ്ച്ചിട്ടില്ല. വളവും ഒക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഇത് കായ്ച്ചിട്ടില്ല. എന്താണെന്നുള്ളത് മുല്ലപ്പൂ ഭയങ്കര വള്ളിയായി പടർന്ന് കിടക്കുമായിരുന്നു. പിന്നെ കുറേ എന്നിട്ട് നമ്മളിങ്ങനെ വെട്ടി ഒതുക്കി തന്നെ റെഡിയാക്കിയത്. ശരിക്കും കാട് പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു. മുള നോക്കി, മുള ഉണ്ട്. ഇത് ഒരു പ്രാവശ്യം ഞങ്ങൾ വെട്ടിയിട്ട് ആ മുള മാത്രം വീണ്ടും മുകളിലോട്ടേക്ക് വന്നു. അത്രയും ഗ്രോ ചെയ്ത് വളരുന്നതാണ് ഈ മുള. ഒരു പ്രാവശ്യം ഞങ്ങൾ എല്ലാം വെട്ടിയത് നോക്കുന്നുണ്ടോ, ഇനാങ്ങുണ്ടോ, ഇത് വെട്ടിയെടുത്തുനിന്നാണ് വീണ്ടും ഇങ്ങനെ വന്നത്. ചെറിയ മുളയാണ് ഇത്, അധികം വളരത്തില്ല, തടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടിരിക്കുന്ന മുളയാണ്. ഈ മുളയുടെ തടി കണ്ടോ, അതുകൊണ്ട് ഈ ലെവലിലാണ് ഈ മുള വളരുന്നത്, തടിച്ചത് ഇത്ര ഇത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു ഇത് 2-3 കാറ്റഗറി മുള ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കുറേ വസ്തുക്കളും സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുന്നവർ വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മുളയാണിത്. ഞങ്ങൾ അവരോട് ചോദിച്ചത് നാരോവായിട്ട് വളരുന്ന മുളയെ കുറിച്ചിട്ടാണ് നമ്മൾ ചോദിച്ചത്. പക്ഷെ നമുക്ക് തന്നത് അവർ വളർന്നു വന്നപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ മുള വളരുന്ന എല്ലാം ഈ ഒരു തിക്നെസ്സിൽ തന്നെ ഇനി വളരും. അതിൻ്റെ തിക്നെസ് ഉണ്ടോ, ആ ലെവലിലാണ് മുള വളരുന്നത്. ഇനി ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ മതിലൊക്കെ പൊളിച്ച് മുള ആ ഭാഗത്തോട്ട് വളരുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇതാണ് നമ്മുടെ മുളയുടെ സ്ട്രക്ചർ, ഈ ലെവലിലിരിക്കുന്നത്. പിന്നെ ഇതിന് ഡേ ടുഡേ ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ്. ഇത് സീസണിൽ മാത്രം പൂക്കുന്ന ചെടിയാണ്. നല്ല സ്മെല്ലോ ഒക്കെ ഉണ്ടാവും. വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ഇവിടെ വന്നതിന് നല്ലൊരു സ്മെല്ലായിരിക്കും. അതായത് അത്രയും നല്ലൊരു സ്മെല്ലായിട്ട് വരുന്നത്. പിന്നെ കുറേ ചട്ടികൾ, ഇതിനകത്തൊക്കെ കുറേ റോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നട്ടിട്ട് പോയതാണ്. എല്ലാം വളർന്നു. വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ ഞങ്ങൾ ഏൽപ്പിച്ചായിരുന്നു. ആ ചേട്ടൻ വെള്ളം മാത്രം ഒഴിച്ചു.
പിന്നെ വളമൊന്നും ഇട്ട് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ചെടികൾ കരിഞ്ഞു. ഇതൊക്കെ വെട്ടി ഈ റോസിന്ന് വെട്ടിയിട്ട് വെച്ചിരിക്കുന്ന ഇതാണ്. ഇതിനകത്തൊക്കെ ഞങ്ങൾ വെച്ചതായിരുന്നു. കുറേ വള്ളിച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെട്ടുന്ന വീഡിയോസ് ഉണ്ട് അതിനകത്ത് കാണാം. അപ്പോൾ വള്ളിച്ചെടികളെല്ലാം എടുത്തിട്ട് ഇത്രയും ചട്ടികളെല്ലാം ബാലൻസ് വന്നു. മുത്ത് പിന്നെ കുറേ ഇഷ്ടപ്പെട്ട ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിനകത്ത് വെച്ചത് 2 ദിവസം കൊണ്ട് തന്നെ അതൊക്കെ കരിഞ്ഞു പോയി. മുത്തിൻ്റെ ഇത് കണ്ടോ, വേറൊരു ഇത് വരുന്നത് നമുക്ക് ഈ മൂടുന്ന് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതുകൊണ്ട് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇതിൻ്റെ പേര് കണ്ടോ, ഇവിടുന്ന് ഒരെണ്ണം വളരുന്നു, ഈ ലെവലിൽ വളരുക. ഇത് ഞങ്ങൾ വാങ്ങിച്ചത് 4 ഇതുപോലത്തെ കുഞ്ഞു ചെടികളാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. 4 എണ്ണം. ആ 4 എണ്ണത്തിന് 1, 2, 3 ആക്കിയിട്ട് ഇങ്ങനെ മാറ്റി ഓരോരോ പീസാക്കി നട്ടതാണേ. ഇതിപ്പോൾ നോക്കി ഇതിൻ്റെ കളർ നോക്കി 4 പോയിട്ട് 4 എന്നുള്ളിടത്ത് 16, 20 അങ്ങാനും വന്നു. അത് ആ രീതിയിൽ വന്നു. ഇതൊരു മുല്ലപ്പൂവാണേ. ഇതുവരെ കായ്ച്ചിട്ടില്ല. 2 വർഷമായി ഇതുവരെ കായ്ച്ചില്ല. വെട്ടി ഇതിനിങ്ങനെ ഒതുക്കി ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. 4 വർഷത്തോളമായി വെട്ടി ഇട്ടിരിക്കുക. അല്ലാതെ വേറെ ഒന്നും ഇതിനെക്കൊണ്ട് ഇതുവരെ ഒന്നും കായ്ച്ചൊന്നുമില്ല. ഇത് നല്ല ഒരു ചെമ്പരത്തിയാണ്. നല്ല ചെമ്പരത്തി എന്ന് വെച്ചാൽ അടിപൊളി ചെമ്പരത്തിയാണ്. എല്ലാ ദിവസവും ഇതിനകത്ത് പൂവുണ്ടാവും. ഇത് സീസൺ നല്ല യെല്ലോ കളർ പൂവുണ്ടാവും. ഒരെണ്ണം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇന്നലെ. പിന്നെ ഇതിനകത്ത് ഇതുകൊണ്ട് ഒരു മൊട്ട് ഇതാണ് ഇത് നല്ലതാണ്. പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യാൻ കുറച്ചുണ്ട് കേട്ടോ. ഒത്തിരി ക്ലീൻ ചെയ്യാനുണ്ട്. കുറച്ചൊക്കെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വിട്ടു. ഇവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അവിടെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കിന് കൈക്ക് മുള്ളൊക്കെ കയറി ഒരു വിധത്തിലായിരുന്നു. അങ്ങനെ ഇവിടെ തെച്ചി ഇതുണ്ട്. ഇത് ഞങ്ങളുടെ പനിക്കൂർക്ക വന്നതിന് എപ്പോഴും ത്രോട്ടിന് പെയിൻ വരും നമുക്ക്. ഞങ്ങളിവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഈ വെള്ളത്തിൻ്റെതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടി വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പനിക്കൂർക്ക. ഇത് പിന്നെ എനിക്കറിയാമല്ലോ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇത് ആക്ച്വലി ജാമ്പയ്ക്കാണ്. അപ്പോൾ ജാമ്പ നല്ല രീതിയിൽ വന്നതാണ്. പക്ഷെ ഞാൻ ഇത് വെട്ടി ഇച്ചിരി ഒന്ന് ബോൺസായി ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഈ സൈഡിലൊക്കെ ഇനി വൃത്തിയാക്കാൻ ബാക്കിയുണ്ട്. വന്ന ജോലിക്കാരി അവർക്ക് എവിടെയോ പോകണമെന്നും വേറെ എന്തോ വർക്ക് ഉണ്ടോയെന്നുള്ളതിൽ ഇവിടൊക്കെ ഈ ഗ്യാപ്പൊക്കെ അവർ ചെയ്തില്ല. ഞാൻ നാളെ എങ്ങാനും വന്നിട്ട് അത് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇത് എന്താണെന്നറിയത്തില്ല. ഇത് ഞങ്ങളവിടെ കാടായിട്ട് വളരുന്നതുകൊണ്ട് ഇതിനെ എടുത്തിട്ട് ഈ സൈഡിൽ വെച്ചതാണ്, ഒഴിവാക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോഴത്തേക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വളർന്നു വന്നു. ഇനി വളമൊന്നുമില്ല, മഴ പെയ്യുന്ന സമയത്തുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ഇത്രയും ചട്ടികളെല്ലാം കാലിയായിരിക്കുമോ. ഇതെല്ലാം ഇന്നലെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയതാണ് ഇത്രയും ചട്ടികൾ. ഇനി ഇതിനകത്തൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം നമുക്കെല്ലാം ചെയ്തിട്ട് പോകാൻ. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. കുറേ ചെടികൾ വെച്ചതാണ്, 1, 2 ഒന്നല്ല, ഇഷ്ടംപോലെ ചെടികൾ ഇവിടെ വെച്ചതാണ്. അപ്പോൾ ഇത് നോക്കാനൊന്നും ആളില്ലാത്തത് കൊണ്ട് അതങ്ങനെ അങ്ങ് പോയി. പിന്നെ ഈ മഴയത്ത് കാട് കയറി കുറേ അങ്ങ് പോയി, കുറേ ദ്രവിച്ചു. ഇതൊക്കെ എന്തൊക്കെയോ ചെടികളൊക്കെ വെച്ചിട്ട് പോയതാണ്, ഒന്നും ഓർമ്മയൊന്നുമില്ല. ഇതൊക്കെ വെച്ചത് എൻ്റെ അഞ്ജനാണ് വെച്ചത് കേട്ടോ. അവനിപ്പോൾ ഈ പ്രാവശ്യം വന്നിട്ടില്ല. അവൻ വന്നിരുന്നെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു അവനും ഈ പ്രാവശ്യം വന്നിരുന്നെങ്കിൽ ഇതൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടേനാണ്. അവനാണ് ഈ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെടിയൊക്കെ ചെയ്യുന്നത്. ഈ ചെടികളൊക്കെ ചെയ്തത് തന്നെ അഞ്ജനാണ്. ഇതെല്ലാം അപ്പോൾ ഇവിടെയൊക്കെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല റോസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. പക്ഷേ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ അങ്ങ് നശിച്ചു പോയി. എല്ലാ ചെടികളും ഇഷ്ടം പോലെ റോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഒരുവിധം വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അധികം സമയമില്ല, 15 ദിവസം ലീവുള്ളൂ. ആ ലീവിനിടയിലാണ് ഇതെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇത് കൊച്ചു ചെടിയാണ് വാങ്ങിച്ചത്. ഇത് പക്ഷേ ഇതുണ്ടോ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അടുത്ത വർഷം ഞങ്ങൾ ക്രിസ്മസിന് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വേറെ ട്രീയുടെ ആവശ്യമില്ല. ഇത് തന്നെ മതിയാവും. ഇതിൽ തന്നെ നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കാം. അതുപോലെ ഇതും നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഈ ചെടിയും ഇതും എനിക്ക് വന്ന് നന്നായിട്ട് വളരുമെന്ന് തോന്നുന്നു. പക്ഷേ ഇത് വളഞ്ഞു പോവില്ലേന്ന് അറിയത്തില്ല. ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇത്രയും സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വന്നിട്ട് 2-3 ദിവസം കൊണ്ട് ചെയ്തത്. കൈക്ക് മുള്ളു കയറി, കാലിൻ്റെ മുള്ളു കയറി, അവിടെ ഇവിടെയൊക്കെ വീങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോസൊക്കെ ഉള്ളത്. എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തു. ഓക്കെ, ബൈ.